ഒറ്റ രാത്രി കൊണ്ട് ഏതാഗ്രഹവും നടത്താൻ കഴിയുന്ന ഒരു 6 ദിക്റുകളെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ 6 ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏതാഗ്രഹമാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടാണ്. അനുഭവസ്ഥർ ഏറെയുണ്ട് ഈ ദിക്റുകൾ ചൊല്ലി അത്ഭുതകരമായ അവരുടെ ഉദ്ദേശങ്ങൾ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല വിധത്തിലുള്ള വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാവാതെ, ഇങ്ങനെ ഏത് ആഗ്രഹമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ അതിനൊരു വഴി അള്ളാഹു തുറന്നു തരും. ഈ ദിക്ർ ചൊല്ലേണ്ട സമയം ഏതെങ്കിലും ഇതിക്ക് നാം സാധാരണ ചൊല്ലുന്നവരാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ പോരാ. മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷം ഏത് സമയത്താകാം, സുബഹിക്ക് മുമ്പായി നാം ചൊല്ലണം. ഇത് മുജറബായ ഒരുപാട് ആളുകൾ ഇത് ചൊല്ലി അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ചൊല്ലുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിസ്കാരം ഒന്നും അത് ഉപേക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ദിക്റുകൾ. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും. ഇത് അത്ഭുതകരമാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ നമ്മിലേക്കുണ്ടാകുമെന്നാണ് ഇതിനർത്ഥം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ നമ്മിലേക്കുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദുആകൾ തടസ്സമാവുക? നമ്മെ ഒരാൾ ശ്രദ്ധിക്കുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അത് പ്രത്യേകിച്ചത് പരിഗണിക്കും. നമ്മുടെ ഒരാളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുക. നമ്മൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അള്ളാഹു പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ സ്മരിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് ദിക്റുകൾ ചൊല്ലുമ്പോൾ, അദ്കുറുക്കും, നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും, നിങ്ങളെ ഞാൻ ഓർക്കും. എന്നെ നിങ്ങൾ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കും. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടാകും. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നൽകുമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്ന 6 ദിക്റുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് വെച്ചോളൂ. തീർച്ചയായും അത്ഭുതകരമായ നേട്ടം തീർച്ചയായി കാണും. മഹാരഥന്മാർ ഇത് പഠിപ്പിച്ചതാണ്. ഒരു ഹദീസിൽ, മൻ ശഗലഹു ദിക്രി, ഒരാളെൻ്റെ ദിക്റ് കൊണ്ടെന്നായി ഷുഗൂലായി, അൻ മസ്അലത്തി, അയാൾക്ക് പ്രാർത്ഥിക്കാനോ അള്ളാഹുവിനോട് ചോദിക്കാനോ സമയം കിട്ടിയില്ല, അതീതുഹു അഫ്ദലു മാ ഉതിയ സായിലിൻ, മറ്റുള്ളവർ ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു ആ ദുആ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഒരാൾ മുഴുകിയാൽ അവനിക്ക് കൊടുക്കുന്നു. ഈ ദിക്റിങ്ങനെ ചൊല്ലി, ഇത് ചൊല്ലേണ്ടത് ഒരു 33 പ്രാവശ്യമാണ്. കുറേ സമയമൊന്നും വേണ്ടി വരില്ല. 6 ദിക്റുകൾ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്കൊക്കെ മനപ്പാടറിയുന്നതാണ്, നമുക്ക് നിരന്തരം ചെല്ലുന്നതാണ്. പക്ഷെ ഇങ്ങനെ കോർവയിൽ ചെല്ലുന്നില്ല എന്ന് മാത്രം. ഈ രീതിയിൽ ചൊല്ലണം. എന്നാൽ തീർച്ചയായും അത്ഭുതകരമായ നേട്ടം നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിച്ചത് പോലൊന്നുമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തുൽ കിറാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നില്ലേ, ഈ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ ഹൈറായത് മാത്രമല്ല, വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങൾക്കുള്ള രാജാതിരാജനായ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അസ്ക, പരിശുദ്ധമായത്, വാർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങൾക്കുള്ള ദറജകളെ ഉയർത്തുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ എന്ന് സ്വഹാബത്തോട് ഇങ്ങനെ ആവേശത്തോടു കൂടി പറഞ്ഞു. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി الذهബി വൽ വറഖ്. ഇപ്പോൾ നോക്ക്, പറയേണ്ടതില്ലല്ലോ, ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടി വരികയാണ്. ആ സ്വർണത്തെ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ, വൽ വറഖ്, അതുപോലെ വെള്ളി നാണ്യങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഒരു പുണ്യമായ ഒരു അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, തൻ്റെ ഭാര്യ, തൻ്റെ ഉറ്റവർ, ഉടയവർ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയി, അവിടെ യുദ്ധക്കളത്ത് പോയി ഷഹീദാകും. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുമല്ലോ, അത് വലിയ പുണ്യമുള്ളതാണ് ഷഹീദാവുക എന്ന് പറഞ്ഞു. അതിനേക്കാൾ പുണ്യമുള്ളത്, നിങ്ങളൊന്നെങ്കിൽ നിങ്ങൾ ഷഹീദാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വെട്ടും. രണ്ടിനും പുണ്യമുണ്ടല്ലോ. ദീനിന് വേണ്ടിയാണല്ലോ ഈ പൊരുതൽ. ഇത് രണ്ടും
കാൽ പുണ്യമായത്. ഇത് കേൾക്കുമ്പോൾ സ്വഹാബത്ത് വലിയ ആവേശത്തിലായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞു, ബലായ റസൂൽ, നബി പറഞ്ഞു തന്നു. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ദിക്റില്ല, അള്ളാഹുവിന് ദിക്ർ പറയുന്നു. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അനീ, എൻ്റെ അടിമ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനെ കൂടെ എന്നാണ്. ഞാൻ അബദി, എൻ്റെ അടിമയെ കൂടെയാണ്. എപ്പോ? ഇതാ ദക്കറണി, അവൻ എന്നെ ഓർക്കുന്ന സമയത്ത്. ഒരുപാട് ഹദീസുകൾ, ആയത്തുകളുണ്ട്. എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദിക്ർ പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകും. ലാഭിതിക്കില്ലാത്തതുമായി പറയുന്നുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ശാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ശാന്തമായ ഒരവസ്ഥയിൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. നാം ഒന്നാമത് ചൊല്ലേണ്ട ദിക്ർ ഇതാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇസ്തിഗ്ഫാറാണ്. 33 തവണ ചൊല്ലുക. മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷം പിന്നെ ഏത് സമയത്തും ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 33 തവണ ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അത് കഴിഞ്ഞ് രണ്ടാമത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. അത് 33 പ്രാവശ്യം, എല്ലാം 33 പ്രാവശ്യമാണ്. മൂന്നാമതായി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത് 33 പ്രാവശ്യം. നാലാമതായി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്നും 33 പ്രാവശ്യം പറയാം. അഞ്ചാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ളത് 33 പ്രാവശ്യം. ആറാമത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ. ഈ 6 ദിക്റുകളാണ്. ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഗ്‌രിബിൻ്റെ ശേഷം, ഇശാഇൻ്റെ മുമ്പ്, മഗ്‌രിബിൻ്റെ ശേഷം സുബഹിക്ക് മുമ്പ്, ഏത് സമയത്തുമാണ്. മഹാരഥന്മാർ പറയുന്നു, അത്ഭുതകരമാണിത്. ഇതൊന്ന് ചൊല്ലി പരീക്ഷിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ തന്നെ പിന്നെ കമൻറ്റിലൂടെ ഒന്ന് പറയും, എന്ത് അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ദിക്ർ സൃഷ്ടിച്ചത്. ഉറപ്പായി അള്ളാഹു വലിയ പരിഹാരം നൽകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് അവർ തമാശക്ക് പോലും കളവ് പറയില്ല. ഇവിടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി ഒരുപാട് അനുഭവസ്ഥർ അവർക്കുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാക്കിരീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ദാക്കിരീങ്ങൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഒരാൾ എൻ്റെ നഫ്സിൽ എന്നെ ഓർത്താൽ ഞാനും അവൻ്റെ നഫ്സിൽ ഓർക്കും എന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. ഒരാൾ ഒരു മലയിൽ എന്നെ ഓർക്കുകയാണെങ്കിലും ഞാനും അങ്ങനെ വലിയ ഒരു മലയിൽ ഓർക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ ഓർക്കുന്ന, നമ്മളേക്ക് ശ്രദ്ധ തിരിക്കുന്ന ആ സമയത്തൊരു കാര്യം നാം അങ്ങോട്ട് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അത് അവഗണിക്കുകയില്ല. അള്ളാഹു അത് പെട്ടെന്ന് പരിഹരിച്ചു തരും. കൃത്യമായ വിശ്വാസം. വിശുദ്ധ ഖുർആൻ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും സന്തോഷം നമ്മുടെ സർവ്വ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.